ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോ മലയാളി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ADR സിസ്റ്റം ഇൻ ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ്. ADR സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഈ വീഡിയോ. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ, അതായത് അതിൻ്റെ ടോപ്പിക്സ് എല്ലാം തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. സോ നമുക്ക് സമയം കളയാതെ തന്നെ ടോപ്പിക്സിലേക്ക് പോവാം. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ADR സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ ADR എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലേബർ ലോയിലാണെന്ന്. പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ADR മെക്കാനിസം എങ്ങനെയാണ് ഒരു കോർട്ടിന് ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിൽ റെഫർ ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൻ can the court refer a case to ADR? ഫസ്റ്റ് പോയിന്റ് ആണ്, if the court see that there are chance of mutual settlement. ആദ്യം തന്നെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് കോർട്ടിൽ വന്നു കഴിയുമ്പോൾ കോർട്ട് ആദ്യം നോക്കുക ഈ ഒരു കേസിന് മ്യൂച്വൽ സെറ്റിൽമെൻറ്റിന് ചാൻസ് ഉണ്ടോ എന്നതായിരിക്കും ആദ്യം നോക്കുക. സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് പ്രിപ്പയർസ് എ ഡ്രാഫ്റ്റ് സെറ്റിൽമെൻറ്റ് ആൻഡ് ഗീവ് ഇറ്റ്സ് ടു ബോത്ത് പാർട്ടീസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർട്ട് തന്നെ ഇപ്പോൾ സെറ്റിൽമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസും അതിൻ്റെ ഫോർമാലിറ്റീസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് സെറ്റിൽമെൻറ്റ് ഈ രണ്ട് പാർട്ടീസിനും കൊടുക്കും. അതിനുശേഷം ആഫ്റ്റർ ഗെറ്റിംഗ് ഫീഡ്ബാക്സ് ഇറ്റ്സ് മേ റിവൈസ് ദ ടേംസ്. അതായത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റ് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡ്രാഫ്റ്റ് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി രണ്ട് പാർട്ടീസിനും കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ഡ്രാഫ്റ്റ് സെറ്റിൽമെൻറ്റിനകത്ത് ആ ഒരു ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ആസ്പെക്ട്സും കാണും. പിന്നെ ഇവർക്ക് രണ്ടു പേർക്കും ഈ ഒരു രണ്ട് പാർട്ടീസിനും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസും കണ്ടീഷൻസും എല്ലാം ഓക്കെ ആണെങ്കിൽ then under section 89 of Code of Civil Procedure 1908 the case is refers to one of the ADR methods. രണ്ട് പാർട്ടീസിനും ടേംസും കണ്ടീഷൻസും എല്ലാം ഓക്കെ ആണെങ്കിൽ കോർട്ട് അണ്ടർ സെക്ഷൻ 89 അനുസരിച്ച് ADR മെത്തേഡ്സിലേക്ക് ഈ ഒരു ഡിസ്പ്യൂട്ട് റെഫർ ചെയ്യും. ഈ ഒരു ഡിസ്പ്യൂട്ട് റെഫർ ചെയ്യുമ്പോൾ ADR മെത്തേഡ്സിലൂടെ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ആവുകയാണെങ്കിൽ രണ്ട് പാർട്ടീസിനും അതൊരു ബൈൻഡിങ് എഗ്രിമെൻ്റ് ആയിരിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് രണ്ട് പാർട്ടീസിനും അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ കോർട്ട് ആർബിട്രേഷൻ, കൺസിലിയേഷൻ, ജുഡീഷ്യൽ സെറ്റിൽമെൻറ്റ് ഇൻക്ലൂഡിംഗ് സെറ്റിൽമെൻറ്റ് ത്രൂ ലോക് അദാലത്ത് ഓർ മീഡിയേഷൻ ഈ പറഞ്ഞിരിക്കുന്ന രീതികളിലായിരിക്കും ആ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഡിസ്പ്യൂട്ടിൻ്റെയും നേച്ചർ അനുസരിച്ചായിരിക്കും അത് ഏത് മെക്കാനിസത്തിൻ്റെ സഹായത്തോടെ ആയിരിക്കും സെറ്റിൽ ചെയ്യുക എന്നും കോർട്ട് തീരുമാനിക്കുക. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർബിട്രേഷൻ പ്രോസസ്സ്, പ്രിൻസിപ്പിൾ ആൻഡ് കോർട്ട് റോൾ. അതായത് ആർബിട്രേഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ആർബിട്രേഷൻ പ്രോസസ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, അതുപോലെ കോർട്ടിന് ഈ ഒരു പ്രോസസ്സിലുള്ള റോൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ആർബിട്രേഷൻ മസ്റ്റ് ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഫെയർനെസ്, ഇക്വാലിറ്റി ആൻഡ് ഡ്യൂ പ്രൊസീജിയർ. അതായത് ആർബിട്രേഷൻ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിരിക്കണം, ഫെയർ ആയിരിക്കണം, ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ ഡ്യൂ പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ പ്രോസസ് മസ്റ്റ് ബിൽഡ് കോൺഫിഡൻസ് ഇൻ റിസോൾവിങ് ഡിസ്പ്യൂട്ട് ഫെയർലി ആൻഡ് ജസ്റ്റ്ലി. അതായത് ആർബിട്രേഷൻ പ്രോസസ്സിലൂടെ ഒരു ഡിസ്പ്യൂട്ട് ഫെയർ ആയിട്ടും ജസ്റ്റ്ലിയും നമുക്ക് എളുപ്പത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പബ്ലിക്കിൽ ഉണ്ടാക്കിയെടുക്കണം. ദ കോർട്ട് എൻഷുർ ദാറ്റ് ദ ആർബിട്രേഷൻ ആക്ട്സ് വിത്തിൻ ദ നോംസ് ഓഫ് ജസ്റ്റിസ്. അതായത് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ആർബിട്രേഷൻ പ്രൊസീഡിങ്സ് നടക്കുക എന്നുള്ളത് കോർട്ട് എൻഷുർ ചെയ്യണം. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് വൺസ് ആൻ അവാർഡ് ഓർ ഡിസിഷൻ ഈസ് മെയ്ഡ്, ഇഫ് ഇറ്റ് ഈസ് ഫെയർ, ജസ്റ്റ് ആൻഡ് ക്ലിയർ, ദ കോർട്ട് ഷുഡ് ഹെൽപ്പ് ഇൻ എൻഫോഴ്സിങ് ഇറ്റ്. അതായത് അവാർഡ് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഡിസിഷൻ വന്നതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ കോർട്ട് അത് എൻഫോഴ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ജസ്റ്റും ഫെയറും ക്ലിയർ ആയിട്ടുള്ള ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം പാർട്ടീസ് ഈ പറയുന്ന ഡിസിഷൻ ഫോളോ ചെയ്തില്ല എങ്കിൽ കോർട്ടിന് ഡയറക്റ്റ്ലി അത് ഫോളോ ചെയ്യാനുള്ള ഓർഡർ ഇടാനുള്ള റൈറ്റ് ഉണ്ട്. ആർബിട്രേഷൻ പ്രൊസീഡിങ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ കുറവാണെന്നുള്ളതാണ്. പക്ഷേ ഇപ്പറയുന്ന രണ്ട് കാരണങ്ങളാൽ പാർട്ടീസിന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് ഇൻട്രീം റിലീഫ്, അതായത് ടെമ്പററി മെഷേഴ്സ് ടു ടേക്കൺ ടു പ്രൊട്ടക്റ്റ് എ പാർട്ടീസ് ഇൻട്രസ്റ്റ് ഡ്യൂറിങ് ദി ലീഗൽ പ്രൊസീഡിങ്സ് ബിഫോർ എ ഫൈനൽ ഡിസിഷൻ ഈസ് മെയ്ഡ്.
ഇൻട്രീം റിലീഫ് എന്ന് വെച്ചാൽ ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ളൊരു കേസ്, അതായത് ഇപ്പോൾ ഫൈനൽ ഡിസിഷന് നിൽക്കുന്ന ഒരു കേസാണെങ്കിൽ പോലും പാർട്ടീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടെമ്പററി മെഷേഴ്സാണ് ഈ ഇൻട്രീം റിലീഫ് എന്ന് പറയുന്നത്. അതായത് അതൊരു പ്രൊട്ടക്ഷൻ ആവാം, ഇൻജങ്ഷൻ ആവാം, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് എ റിസീവർ ആവാം. സെക്കൻഡ് പോയിൻ്റാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ ആർബിട്രേറ്റർ. ഇതിൽ തന്നെ 2 കാരണങ്ങളാൽ പാർട്ടീസിന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇഫ് എ പാർട്ടി ഫെയിൽസ് ടു അപ്പോയിൻറ്റ് വൺ, അതായത് ഒരു പാർട്ടി ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഫെയിൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് 2 ആർബിട്രേറ്റേഴ്സ് ഫെയിൽസ് ടു എഗ്രി ഓൺ എ തേർഡ്, ഈ പറഞ്ഞ 2 ആർബിട്രേറ്റേഴ്സ് കൂടി മൂന്നാമതൊരു ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ, ഈ പറഞ്ഞ 2 സാഹചര്യങ്ങളിൽ പാർട്ടീസിന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആർബിട്രേറ്റേഴ്സിനെയും ചലഞ്ച് ചെയ്യാൻ പറ്റും 2 ഗ്രൗണ്ടിൽ. ഇഫ് ദർ ആർ ഡൗട്ട് അബൌട്ട് ദെയർ ഇൻഡിപെൻഡൻസ് ഓർ ഇംപാർഷ്യാലിറ്റി, ആർബിട്രേറ്റർ എടുക്കുന്ന ഡിസിഷൻ ഇൻഡിപെൻഡൻ്റ് അല്ല അല്ലെങ്കിൽ ഇംപാർഷ്യാലിറ്റി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാം. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇഫ് ദ ആർബിട്രേറ്റർ ഡസ് നോട്ട് മീറ്റ് ദ ക്വാളിഫിക്കേഷൻ എഗ്രീഡ് അപ്പോൺ ബൈ ദ പാർട്ടീസ്, അതായത് പാർട്ടീസ് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ ഈ ആർബിട്രേറ്റർ മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അപ്പോഴും എന്താണ്, ആർബിട്രേറ്ററിനെ ചലഞ്ച് ചെയ്യാനും നിലവിലുള്ള ആർബിട്രേറ്ററിനെ മാറ്റി പുതിയൊരു ആർബിട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനും പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് കൺസിലിയേഷൻ. കൺസിലിയേഷനും ജുഡീഷ്യൽ സെറ്റിൽമെൻറ്റിനെ നമുക്ക് ഒന്നായിട്ട് തന്നെ പറയാം. അതായത് മാറ്റേഴ്സ് റെഫേഴ്സ് ടു ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ പേഴ്സൺ ഡീംഡ് ആസ് ലോക് അദാലത്ത്. സെക്ഷൻ 20 ക്ലോസ് 1 ഓഫ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 ആണ് ലോക അദാലത്തിലൂടെ സെറ്റിൽമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കബിൾ ആവുന്ന ആക്ട്. ദ നെക്സ്റ്റ് വൺ ഈസ് മീഡിയേഷൻ. The court helped the parties to reach a promise and it follows prescribed procedure for mediation. The next topic is international commitments. The Protocol on Arbitration Clause 1923 or the Geneva Protocol, created after World War I by International Chamber of Commerce, and it aimed to resolve issues in enforcing arbitration clause internationally, supported by League of Nations, leading to a treaty on 24th September 1923. Objective of Geneva Protocols are to establish the international validity of arbitration clause and to enforce arbitration agreement in international commercial contracts. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം 1923 ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് ജനീവ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ എന്ന ആർബിട്രേഷൻ ക്ലോസ് കൊണ്ടുവന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സിങ് ആർബിട്രേഷൻ ക്ലോസ് ഇൻ ഇൻ്റർനാഷണലി ആർബിട്രേഷന് ഒരു വാലിഡിറ്റി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് 1923 ജനീവ പ്രോട്ടോക്കോൾ ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The next one is Geneva Convention on the Execution of Foreign Awards of 1927. This convention governed the enforcement of arbitral awards rendered on the basis of arbitration agreements falls under the Geneva Protocol. Although the Geneva Protocol of 1923 and the Geneva Convention 1927 made significant progress in the era of unification, they failed to meet the needs of international commercial community. Therefore, immediately after the Second World War, International Chamber of Commerce or the ICC launched a project to draft a new international arbitration convention. അതായത് ഈ കൺവെൻഷൻ വന്നതിന് ശേഷം ആർബിട്രൽ അവാർഡ്സും അതുപോലെ ആർബിട്രേഷൻ എഗ്രിമെൻറ്റ്സും ജനീവ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിലായിരിക്കും ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ ജനീവ പ്രോട്ടോക്കോൾ 1923 ആൻഡ് ജനീവ കൺവെൻഷൻ 1927 സിഗ്നിഫിക്കൻ്റ് പ്രോഗ്രസ് യൂണിഫിക്കേഷനിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും they fail to meet the needs of international commercial community. ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് ഫുൾഫില്ല് ചെയ്യാൻ ഈ പറഞ്ഞ ജനീവ പ്രോട്ടോക്കോളിനും അതുപോലെ ജനീവ കൺവെൻഷനും സാധിച്ചില്ല. സോ ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് ഒരു ന്യൂ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കൺവെൻഷൻ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ടോപ്പിക്സ് തുടർന്ന് വരുന്ന വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.